ശരിക്കും സംതൃപ്തനാണ്? എനിക്ക് അവാർഡുകളെ പറ്റി ഞാൻ ഒരിക്കലും അല്ല, അവാർഡല്ല, മൊത്തത്തിൽ സംതൃപ്തനാണ് ജീവിതം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യാതെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അത് തന്നെ എൻ്റെ സംതൃപ്തി. ചില കോംപ്രമൈസിൻ്റെ വക്കത്ത് വരെ ഞാൻ എത്തിയിട്ടുണ്ട് പടം എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്. കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു അടൂർ ഗോപാലകൃഷ്ണനെ കാണേണ്ടി വന്നു. അല്ല, വലിയൊരു മാറ്റമായിരുന്നില്ല അത്. ഒരു മരണപ്പെട്ടു പോയ ഒരാത്മാവിൻ്റെ അതെ, വിലാപങ്ങളും അടൂർ ഗോപാലകൃഷ്ണൻ മാറി. അതെ അതെ. അല്ല, കോംപ്രമൈസിൻ്റെ വക്കത്ത് വരെ എത്തിയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഒരു നിരാശയുടെ ആവശ്യമില്ല. ഇല്ല, ജീവിതം വിജയകരമായി. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ഒരു വ്രതം എന്താണെന്ന് വെച്ചാൽ, പിൽക്കാലത്ത് ഞാൻ അതുപോലെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് തോന്നാൻ പാടില്ല. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അത് തെറ്റ് ചെയ്യാതിരുന്നപ്പോൾ അതിനൊരു ആത്മധൈര്യവും ഒരു ആത്മവിശ്വാസം ഇപ്പോൾ. തീർച്ചയായിട്ടും. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച അവസാനം, പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട്, അവർ വായനയെ സത്യത്തിൽ അവർക്ക് സ്നേഹമുണ്ടെങ്കിലും അവരുടെ സമയക്കുറവുകൊണ്ട് അവർക്ക് വായനയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, കുട്ടികളോടൊരു സന്ദേശം? സമയമില്ല എന്ന് പറയുന്നത് ശരിയല്ല. സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. നമ്മൾ സമയം നേരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കുട്ടികളോട് എനിക്ക് ആകെ പറയാനുള്ളത്, കുട്ടികളുടെ രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, വായിക്കുന്നതിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നാരായണ ഗുരുസ്വാമി 100 കൊല്ലം മുമ്പ് പറഞ്ഞു, വിദ്യയിലൂടെ സ്വതന്ത്രരാകുവിൻ. അതിൽ കൂടുതൽ എന്ത് വലിയ പറയാനെന്തോ അതിനെപ്പറ്റി? വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൂടുതലൊരു വായനയോട് വളരുക. വിദ്യ എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിനകത്ത് വരുന്നു വിദ്യയിലൂടെ. അതായത് നമ്മൾ എന്ത് ചെയ്യാനും നമുക്ക് അതിനകത്ത് വായന അതിൻ്റെ ഒരു പ്രാരംഭ പാഠമാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൂടെ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. പിന്നെ ഫിക്ഷനാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് ജീവിതത്തെ പറ്റി ഒരു അവബോധം ഉണ്ടാവും ഫിക്ഷനാണെങ്കിൽ. നോൺ ഫിക്ഷനാണെങ്കിൽ നമുക്ക് ശരിക്കും ഓരോ വിഷയത്തെ പറ്റിയുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വളരെ സുഖടിതമായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ചിന്തകളാണ് അതിൽ വരുന്നത്, നോൺ ഫിക്ഷനിൽ വരുന്നത്. ഇത് രണ്ടും ആ രീതിയിൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്കെല്ലാം ഒരു ജന്മമല്ലേ ഉള്ളൂ നമുക്കറിയാവുന്നത്. വേറെ ജന്മം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങളും നമുക്ക് ജീവിക്കാം നല്ല ഫിക്ഷൻ വായിക്കുമെങ്കിൽ, നല്ല കൃതികൾ വായിക്കുമെങ്കിൽ. ഒരിക്കൽ തകഴി പിന്നെ ഒരു അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഏതോ ഒരു ഫംഗ്ഷന് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, നല്ലതാണ്, നല്ല മെഡിസിൻ നല്ലതാണ്, ജനങ്ങൾക്ക് സൗകര്യമാണ്, നിങ്ങൾ ജീവൽ സാഹിത്യം വായിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ മനുഷ്യരെ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ രോഗങ്ങളൊക്കെ മനസ്സിലാക്കും, ശരിയാണ്, നല്ലത് തന്നെ. പക്ഷേ ജീവൽ സാഹിത്യം വായിച്ചാൽ നിങ്ങൾക്ക് മനുഷ്യനെ അറിയാൻ പറ്റും, സ്നേഹിക്കാൻ. അതാ വളരെ സത്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കോട് പറയാനുള്ളത് വായിക്കുക എന്നുള്ളതാണ്. സമയമുണ്ട് ഇല്ലയെന്ന് പറയുന്നത് തെറ്റാണ്. ആ സമയം തെറ്റായിട്ട് നമുക്കുള്ള സമയം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? അടൂർ സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്നെ ഒരുപാട് സ്പർശിച്ചു. കുട്ടികൾ വരുമ്പോൾ ഞാൻ ഈ ലൈബ്രറിയിൽ അവരെ കയറ്റി കാണിക്കും, അത് വായിക്കാനുള്ള പ്രേരണ അവർക്ക് നൽകാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഈ ലൈബ്രറിയിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ അഭിമാനസ്തംഭമായ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, ഇനിയും എഴുതട്ടെ, വായിക്കട്ടെ. നല്ലൊരു സിനിമ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. മന്ത്രി, സിനിമയുടെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ കാലയളവിൽ തുടങ്ങാനെങ്കിലും കഴിയണം. തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഇത്രയും നേരം സന്തോഷത്തോട് സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. നമസ്കാരം സാർ. താങ്ക് യു.